എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പാണ്ഡവാദികളും അർജുനനും എല്ലാവരുമായിട്ട് സന്തോഷത്തോടു കൂടി വിശാഖയൂപം എന്ന് പറയുന്ന വനത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അവിടെ ഒരു വർഷം താമസിച്ചു. അങ്ങനെ താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം ഭീമസേനൻ കാനന ഭംഗി കാണാനായിട്ട് കുറെ ദൂരം ഇങ്ങനെ നടന്നു പോയി. അങ്ങനെ അദ്ദേഹം നടന്നു പോയ സമയത്ത് ഒരു ഗുഹയുടെ അടുത്ത് വളരെ വലിയ പർവ്വതം പോലെയുള്ള ഒരു പെരുമ്പാമ്പ്. ആ പെരുമ്പാമ്പിന്റെ നിറം തന്നെ ഒരു മഞ്ഞ കലർന്ന നിറമായിരുന്നു. അപ്പൊ ഈ ഗുഹയുടെ മുഖം നമുക്ക് കാണാൻ വയ്യ. പക്ഷേ ആ ഗുഹയുടെ മുഖത്ത് ഈ പെരുമ്പാമ്പ് വാ തുറന്ന് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആ ഗുഹാമുഖം പോലെ തന്നെ അത്രയും വലിപ്പമുള്ള വായാണ് ഇങ്ങനെ തുറന്ന് നിൽക്കുന്നത്. അപ്പോ അതിൻ്റെ അടുത്തൂടെ പോയ ഭീമസേനനെ അത് ഒറ്റ ചാട്ടത്തിന് കയറി പിടിച്ചു. രണ്ട് കൈകളെയും വരിഞ്ഞു മുറുക്കി അങ്ങ് പിടിച്ചു. അങ്ങനെ ആ രണ്ട് കൈകളെയും വരിഞ്ഞു മുറുക്കി പിടിച്ചു കഴിഞ്ഞപ്പോ ഭീമസേനൻ അനങ്ങാൻ വയ്യാതായിപ്പോയി. 10,000 ആനകളുടെ ബലമുള്ള ഭീമസേനന്റെ രണ്ട് കൈയും ആ കൊടിയ പെരുമ്പാമ്പ് പിടിച്ചങ്ങ് കെട്ടിയതുപോലെ ആക്കിയപ്പോ പിന്നെ ഭീമസേനന് അനങ്ങാൻ പറ്റാതെ ആയിപ്പോയി. അത് കഴിഞ്ഞ് അതങ്ങ് ദേഹത്ത് കംപ്ലീറ്റ് ചുറ്റി ഭീമസേനനെ അങ്ങ് ചുറ്റിപ്പിടിച്ചു. ഒരു തരത്തിൽ അതിന്റെ പിടിയിൽ നിന്ന് കുതറി മാറാനും ഒന്നും പറ്റിയില്ല. അങ്ങ് അദ്ദേഹം തന്റെ മാക്സിമം എഫേർട്ട് എടുത്ത് നോക്കിയിട്ടും അതിന്റെ പിടിയിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റിയില്ല. അപ്പൊ ഈ സമയത്ത് യുധിഷ്ഠിരൻ ആശ്രമത്തില് ഉണ്ടായിരുന്ന സമയത്ത് ചില ദുശകുനങ്ങളൊക്കെ കാണുന്നു. എന്തോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളിന് എന്തോ ആപത്ത് പറ്റിയതുപോലെ ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം പെട്ടെന്ന് തന്നെ ഭീമസേനൻ എവിടെ പോയി എന്ന് അന്വേഷിച്ചപ്പം പാഞ്ചാലി പറഞ്ഞ് ഇങ്ങനെ വനഭാഗത്തേക്ക് കാനന ഭംഗി കാണാനായിട്ട് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഉടൻ തന്നെ പാഞ്ചാലിയെ ദ്രൗപദിയെ ഏൽപ്പിച്ച് ബ്രാഹ്മണരെ എല്ലാം നകുല സഹദേവന്മാരെ ഏൽപ്പിച്ചിട്ട് ധൗമ്യ മുനിയുമായിട്ട് യുധിഷ്ഠിരൻ വനത്തിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ വനത്തിലേക്ക് യാത്ര തിരിച്ച് കുറെ ദൂരം ചെന്നപ്പോ പെരുമ്പാമ്പിന്റെ പിടിയിൽ അമർന്ന ഭീമസേനനെ കണ്ടു. അപ്പൊ യുധിഷ്ഠിരൻ ചോദിച്ചു, ഭീമ, വീരമാതാവായ കുന്തിയുടെ മകനായിട്ടും നീ ഈ ആപത്തിൽ എങ്ങനെ വന്നു പെട്ടു എന്ന് ചോദിച്ചു. ഭീമൻ പറഞ്ഞു, ജ്യേഷ്ഠ, ഈ സർപ്പം എന്നെ ഭക്ഷിക്കാൻ പോകുന്നു. യുധിഷ്ഠിരൻ പറഞ്ഞു, പരാക്രമീശാലിയായ എന്റെ സഹോദരനെ വിട്ടുതരൂ, നിനക്ക് ഭക്ഷിക്കാൻ വേറെ ഭക്ഷണം ഞാൻ തരാം എന്ന് ഭീമസേനനെ വിട്ടുകിട്ടാൻ വേണ്ടി യുധിഷ്ഠിരൻ ആ പെരുമ്പാമ്പിനോട് പറഞ്ഞു. അപ്പോ ആ പാമ്പ് സമ്മതിച്ചില്ല. നിന്റെ സഹോദരനെ വിട്ടുതരാനൊന്നും തയ്യാറല്ല, എനിക്ക് വേറെ ഭക്ഷണവും വേണ്ട. അപ്പോ യുധിഷ്ഠിരൻ ചോദിച്ചു, യഥാർത്ഥത്തിൽ അങ്ങ് ആരാണ്? എന്തിനാണ് അങ്ങ് ഇങ്ങനെ ചെയ്തത്? യഥാർത്ഥത്തിൽ അങ്ങ് ആരാണ് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നിന്റെ പൂർവികനായ നകുഷ രാജാവായിരുന്നു ഞാൻ. നിന്റെ പൂർവികരായ നകുഷ രാജാവായിരുന്നു ഞാൻ. ചന്ദ്രന്റെ 5ാം തലമുറയിൽ ജനിച്ച ഞാൻ ആയുസിന്റെ മകനാണ്. അനേക യജ്ഞങ്ങൾ നടത്തി വീരശൂര പരാക്രമിയായി ഞാൻ രാജ്യം ഭരിച്ചു. അങ്ങനെ രാജ്യം ഭരിച്ചപ്പോഴത്തേക്ക് എനിക്ക് അഹങ്കാരം കൂടി. അങ്ങനെ അഹങ്കാരം കൂടി ആരെയും ഞാൻ അവഹേളിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരിക്കൽ അഗസ്ത്യ മുനിയെ ഞാൻ അവഹേളിച്ചു. അദ്ദേഹം എന്നെ ശപിച്ചു. മുനിയുടെ കാരുണ്യം കൊണ്ട് മുജ്ജന്മ കാര്യങ്ങൾ ഞാൻ മറന്നിട്ടില്ല, അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോ മുനിയുടെ ശാപം കൊണ്ട് ഈ പകലിന്റെ അവസാനം എനിക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണമായി നിന്റെ സഹോദരൻ. അതുകൊണ്ട് എനിക്ക് അവനെ വിട്ടുതരാൻ പറ്റൂല, എനിക്ക് വേറെ ഭക്ഷണവും ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ ചെയ്യാം, എൻ്റെ ചോദ്യങ്ങൾക്ക് നീ ശരിയായ ഉത്തരം പറഞ്ഞാൽ നിന്റെ സഹോദരനെ ഞാൻ വിട്ടുതരാം എന്ന് നകുഷൻ പൂർവജന്മ നകുഷൻ
എന്ന പെരുമ്പാമ്പ് യുധിഷ്ഠിരനോട് പറഞ്ഞു. അങ്ങനെ പെരുമ്പാമ്പ് ഓരോ ചോദ്യങ്ങളായിട്ട് ചോദിക്കാൻ തുടങ്ങി. ആ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ ഉത്തരം യുധിഷ്ഠിരൻ പറഞ്ഞു. പാമ്പ് സംതൃപ്തനായി യുധിഷ്ഠിരനോട് പറഞ്ഞു, മഹാരാജാവേ, ഇതാ അങ്ങയുടെ അനുജനായ ഭീമസേനൻ. ഞാൻ ഇയാളെ ഹിംസിച്ചിട്ടില്ല. നിനക്ക് മംഗളം ഭവിക്കട്ടെ. ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്, എനിക്ക് വിട തരൂ എന്ന് പറഞ്ഞ് ആ പെരുമ്പാമ്പ് ശരീരം ഉപേക്ഷിച്ച് ദിവ്യരൂപം സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് പോയി. അങ്ങനെ കൃഷ്ണപക്ഷാരംഭത്തിൽ തന്നെ അവർ ധൗമ്യമുനിയോടും അകമ്പടിക്കാരോടും കൂടി കാമ്യവനത്തിലേക്ക് പോയി. ദ്രൗപദിയോടൊപ്പം പാണ്ഡവർ അവിടെ പാർത്തു. ഒരു ദിവസം അർജുനന്റെ സുഹൃത്തായ ഒരു വിപ്രൻ വന്ന് പാണ്ഡവരോട് പറഞ്ഞു, ശ്രീകൃഷ്ണ ഭഗവാനും മാർക്കണ്ഡേയ മുനിയും ഉടനെ തന്നെ ഇവിടെ വന്നെത്തും എന്ന്. അപ്പൊ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ സത്യഭാമയുമൊത്ത് തേരിൽ അവിടെ വന്നിറങ്ങി. ഭഗവാൻ ആഹ്ലാദപൂർവ്വം ധർമ്മരാജന്റെയും ഭീമസേനന്റെയും പാദം തൊട്ടു വണങ്ങി. എന്നിട്ട് ധൗമ്യ മുനിയെ പൂജിച്ചു. നകുല സഹദേവന്മാരെ വന്നു ഭഗവാനെ വണങ്ങി. അർജുനനെ ഭഗവാൻ ആലിംഗനം ചെയ്തു. ദ്രൗപദിയെ മധുരഭാഷണം കൊണ്ട് സാന്ത്വനിപ്പിച്ചു. സത്യഭാമ ദ്രൗപദിയെ ആശ്ലേഷിച്ചു. സൽക്കാരങ്ങൾ കഴിഞ്ഞ് എല്ലാവരും ഭഗവാന്റെ ചുറ്റുമായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, രാജ്യപാലനത്തെക്കാൾ ശ്രേഷ്ഠമാണ് ധർമ്മപാലനം. ശസ്ത്രങ്ങളിൽ ധർമ്മലാഭത്തിനു വേണ്ടിയാണ് തപസ് ഉപദേശിക്കപ്പെട്ടിട്ടുള്ളത്. ധർമ്മനിഷ്ഠ കൊണ്ട് അങ്ങ് ഇഹലോകവും പരലോകവും നേടിയിരിക്കുന്നു. നിഷ്കാമ ഭാവത്തോടെ അങ്ങ് ശുഭകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. ധനമോഹങ്ങൾ അങ്ങയെ സ്വധർമ്മത്തെ കൈവിടുന്നില്ല. ധനമോഹം അങ്ങയ്ക്ക് ഒട്ടുമില്ല. അങ്ങ് സ്വധർമ്മത്തെ കൈവിടാതെ കാത്തുപോകുന്നു. ലോകർ അതുകൊണ്ട് അങ്ങയെ ധർമ്മരാജാവെന്ന് പറയുന്നു. ദാനം, സത്യം, തപസ്, ബുദ്ധി, ഭക്തി, ക്ഷമ, ധൈര്യം എല്ലാം അങ്ങയ്ക്കുണ്ട്. രാജ്യവും ധനവും സുഖങ്ങളും കൈവന്നപ്പോഴും അങ്ങ് ഈ സദ്ഗുണങ്ങളെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് അങ്ങയുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭഗവാൻ ദ്രൗപദിയോട് പറഞ്ഞു, യാജ്ഞസേനി, നിന്റെ പുത്രന്മാർ സ്വൽസ്വഭാവികളാണ്. ധനുർവേദം അവർക്കെല്ലാം ഇഷ്ടമാണ്. അവർ സദാചാര നിഷ്ഠരാണ്. രുക്മിണിയുടെ മകനായ പ്രത്യുപ്നൻ അനിരുദ്ധനെയും അഭിമന്യുവിനെ എന്ന പോലെ നിന്റെ പുത്രന്മാരെയും പഠിപ്പിക്കുന്നുണ്ട്. ഭഗവാൻ വീണ്ടും ധർമ്മരാജാവിനോട് പറഞ്ഞു, രാജാവേ, ദശാർഹം, കുങ്കുരം, അന്ധകം എന്നീ വംശങ്ങളിലെ വീരന്മാർ അങ്ങയുടെ കൽപ്പന കാത്തു നിൽക്കുന്നു. എവിടെ വേണമെങ്കിലും അങ്ങയ്ക്ക് വേണ്ടി അവർ വന്നെത്തും. അങ്ങയുടെ പ്രതിജ്ഞയുടെ കാലം പൂർത്തിയാകുമ്പോൾ ദശാർഹ വംശജരായ യോദ്ധാക്കൾ അങ്ങയുടെ ശത്രു സൈന്യത്തെ സംഹരിക്കും. അങ്ങയ്ക്ക് പിന്നീട് അനായാസമായി രാജ്യം നേടിക്കൊണ്ട് ഹസ്തനപുരത്ത് പ്രവേശിക്കാം. ഭഗവാനെ തന്നെ കണ്ണുമ വയ്ക്കാതെ നോക്കിയിരുന്നിട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, ഭഗവാൻ അങ്ങ് മാത്രമാണ് പാണ്ഡവർക്ക് സഹായമെന്നുള്ളതിൽ സംശയമില്ല. സമയമാകുമ്പോൾ ഇന്ന് പറയുന്നതിനേക്കാൾ ഏറെ അങ്ങ് പ്രവർത്തിക്കുമെന്നും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങൾ ശപഥമനുസരിച്ച് 12 വർഷം വനങ്ങളിൽ ചുറ്റി നടന്നു, കഴിച്ചുകൂട്ടി. ഇനി വിധിപ്രകാരം അജ്ഞാതവാസം കൂടി കഴിച്ചിട്ട് അങ്ങയെ തന്നെ ശരണം പ്രാപിക്കും. ശ്രീകൃഷ്ണ ഭഗവാനെയും യുധിഷ്ഠിരനും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചിരഞ്ജീവിയായ മാർക്കണ്ഡേയ മുനി അവിടെ വന്നെത്തി. പ്രായക്കൂടുതലുണ്ടെങ്കിലും നവയൗവനത്തിന്റെ പ്രസരിപ്പ് വിട്ടുമാറാത്ത ശീലഗുണസമ്പന്നനായ മഹർഷിയെ ശ്രീകൃഷ്ണനും പാണ്ഡവരും ചേർന്ന് ആദരിച്ചിരുത്തി. നാരദ മഹർഷിയും അവിടെ വന്നെത്തി. പാണ്ഡവർ അദ്ദേഹത്തെയും സ്വീകരിച്ചു. സംഭാഷണത്തിന് തുടക്കമിട്ടുകൊണ്ട് യുധിഷ്ഠിരൻ ചോദിച്ചു, മഹർഷേ, ധർമ്മങ്ങൾ മുറതെറ്റാതെ അനുഷ്ഠിച്ചിട്ടും എനിക്ക് സുഖം ലഭിക്കുന്നില്ല. എല്ലായ്പ്പോഴും അധർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്ന ദുര്യോധനാദികൾ എല്ലാവിധത്തിലും ഐശ്വര്യശാലികളായിരിക്കുന്നു. അത് കാണുമ്പോൾ ഉണ്ടാകുന്ന സംശയം കൊണ്ട് ചോദിക്കുകയാണ്, മനുഷ്യർ ചെയ്യുന്ന ശുഭാശുഭ കർമ്മങ്ങളുടെ ഫലം എങ്ങനെ അനുഭവിക്കുന്നു? ഈശ്വരൻ കർമ്മങ്ങളെ ഏതു വിധമാണ് നിയന്ത്രിക്കുന്നത്? മനുഷ്യന് സുഖമോ ദുഃഖമോ ഉണ്ടാകുന്നതിന് കാരണമെന്താണ്? അപ്പൊ മാർക്കണ്ഡേയൻ പറയുന്നു, രാജാവേ, നിങ്ങളുടെ ചോദ്യം തികച്ചും പ്രസക്തമാണ്.
ഈ ലോകത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. വെറും ലോഹ്യത്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ എന്നോട് ഇത് ചോദിക്കുന്നത്. എന്നിരുന്നാലും പറയാം, ശ്രദ്ധിച്ചു കേൾക്കൂ. ലോകാരംഭത്തിൽ ബ്രഹ്മാവുണ്ടായി. അദ്ദേഹം ജീവികൾക്ക് നിർമ്മലമായ ശരീരം നിർമ്മിച്ചു. ഒപ്പം തന്നെ ശരിയായ ധർമ്മം അറിയിക്കാനായി ധർമ്മശാസ്ത്രങ്ങളും നിർമ്മിച്ചു. എല്ലാ മനുഷ്യരും അന്ന് വ്രതനിഷ്ഠയുള്ളവരായിരുന്നു. പുണ്യാത്മാക്കളും ദീർഘായുസുക്കളും സത്യനിഷ്ഠൂരരുമായ അവരുടെ സങ്കല്പങ്ങളൊന്നും നിഷ്ഫലമായില്ല. സ്വതന്ത്രമായി ആകാശത്തിലൂടെ സഞ്ചരിക്കാനും ദേവന്മാരുമായി സംവദിക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നു. സ്വേച്ഛാമൃത്യുക്കളായിരുന്നു അവർ. അവരുടെ ആഗ്രഹങ്ങൾക്ക് തടസ്സങ്ങളില്ലായിരുന്നു. രാഗദ്വേഷങ്ങളില്ലാതെ പൂർണ്ണ കാമനകളോട് ജിതേന്ദ്രിയന്മാരായ അവർ 1000 വർഷത്തോളം ജീവിച്ചിരുന്നു. ആയിരക്കണക്കിന് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നു. കാലാന്തരത്തിൽ മനുഷ്യന്റെ ആകാശ സഞ്ചാരം നിലച്ചു. ഭൂമിയിൽ മാത്രം സഞ്ചരിക്കാൻ തുടങ്ങിയ മനുഷ്യരിൽ കാമക്രോധാദികൾ കൂടുതൽ പ്രബലമായി. അവർ ചതിയും വഞ്ചനയും ജീവിതോപായങ്ങളാക്കാൻ തുടങ്ങി. ലോഭമോഹങ്ങൾക്ക് അവർ അധീനരായി. വിഭിന്ന ജീവികളുമായുള്ള ജനനവും മരണവും അവരെ ദുഃഖിപ്പിച്ചു. അവരുടെ സങ്കല്പങ്ങളും ജ്ഞാനവും എല്ലാം നിഷ്ഫലമായി. ഓർമ്മശക്തി കുറഞ്ഞു. പരസ്പരം സംശയിച്ചും പാപകർമ്മങ്ങളിൽ മുഴുകിയും അവരുടെ കർമ്മങ്ങൾക്ക് യുക്തമായ നേട്ടമുണ്ടാകുകയില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവർ ചെന്നെത്തി. ഈ ലോകത്തിൽ മരണാനന്തരം ജീവനും കർമാനുസൃതമായ ഗതി ലഭിക്കുന്നു. പുണ്യപാപ കർമ്മങ്ങൾക്ക് നിശ്ചിതമായ ഫലം അനുഭവിക്കുന്ന ജീവന് സുഖദുഃഖങ്ങളെ ഒഴിവാക്കാൻ വയ്യാതായിരിക്കുന്നു. സുഖം അനുഭവിക്കുന്നവർ പരലോകത്ത് ദുഃഖം അനുഭവിക്കുന്നു. ചിലർ പരലോകത്ത് സുഖങ്ങൾ അനുഭവിക്കുകയും ഈ ലോകത്ത് ദുഃഖിക്കുകയും ചെയ്യുന്നു. ചിലർക്ക് അവിടെയും ഇവിടെയും സുഖം ലഭിക്കുന്നു. മറ്റു ചിലർക്ക് രണ്ടിടത്തും ദുഃഖം മാത്രം അനുഭവപ്പെടുന്നു. സമ്പന്നൻ ശരീരത്തെ സജ്ഞമാക്കി എന്നും ആനന്ദിക്കുന്നു. ശാരീരിക സുഖങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്ന അത്തരക്കാർക്ക് ഈ ലോകത്തിൽ മാത്രം സുഖം ലഭിക്കുന്നു. യോഗ സാധനകൾ ചെയ്ത് തപസ്സിൽ മുഴുകി സ്വാധ്യായപരന്മാരായി അഹിംസാവ്രതത്തോടെ ജിതേന്ദ്രിയന്മാരായിട്ട് ശരീരത്തെ ദുർബലമാക്കുന്നവർക്ക് ഇഹലോകത്ത് സുഖമില്ല. പരലോകത്താണ് അവർക്ക് സുഖം. ആദ്യം ധർമ്മത്തിൽ മുഴുകി ധർമാനുസൃതമായി ധനം സമ്പാദിച്ച് ചെലവ് ചെയ്യുന്നവർക്ക് ഇഹലോകത്തിലും പരലോകത്തിലും സൗഖ്യം ലഭിക്കുന്നു. വിദ്യയ്ക്കോ തപസ്സിനോ ദാനത്തിനോ വേണ്ടി ക്ലേശിക്കാതെ വിഷയസുഖങ്ങൾ മാത്രം വേണ്ടി പ്രയത്നിക്കുന്നവർക്ക് ഈ ലോകത്തിലും പരലോകത്തിലും സൗഖ്യമില്ല. രാജാവേ, നിങ്ങളൊക്കെ പരാക്രമശാലികളും സത്യനിഷ്ഠരുമാണല്ലോ. ദേവകാര്യത്തിനു വേണ്ടിയാണ് നിങ്ങളുടെ ജനനം. മഹത്തായ കർമ്മങ്ങൾ കൊണ്ട് ദേവന്മാരെയും മഹർഷിമാരെയും തൃപ്തിപ്പെടുത്തിയിട്ട് നിങ്ങൾ ശ്രേഷ്ഠമായ ലോകത്തേക്ക് പോകും. ഇന്നത്തെ ഈ കഷ്ടപ്പാടുകൾ കണ്ട് സംശയിക്കേണ്ട. ഈ ദുഃഖങ്ങൾ വരാനിരിക്കുന്ന സുഖങ്ങൾക്ക് കാരണമാകും. ഇത്രയും പറഞ്ഞിട്ട് മാർക്കണ്ഡേയ മുനിയും അവിടുന്ന് അപ്രത്യക്ഷനായി. അടുത്ത ഭാഗം ഇനി അടുത്ത എപ്പിസോഡിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.